ഇട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇട്ടിട്ടില്ല, ചേർത്ത് പച്ചക്കെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി പിന്നെ പച്ചപ്പൊന്ന് മാറി കഴിയുമ്പോഴേക്കും പച്ചയ്ക്കാണ് അരച്ചത്, അരപ്പ് ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. തിളച്ച് കഴിയുമ്പോൾ ഇതൊന്നും മൂടി വെച്ചിട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് വരണ്ടേ. അതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മീൻ കഴുകി വെച്ചേക്കുന്ന മീൻ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ടില്ല, അവസാനം ചേർക്കാം. ഇതിലോട്ട് പുളി പിഴിഞ്ഞ് വെച്ചേക്കണ പുളി ഇതിലോട്ട് ഒഴിക്കാം. ഞാൻ കുറച്ച് പുളിയാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം എനിക്ക് വയറിന് ചെറിയ പ്രോബ്ലം ഇടയ്ക്ക് ഉണ്ടായ കാരണം ഹോസ്പിറ്റലൈസ്ഡായി. അതിനുശേഷം ഞാൻ ഫുഡിനൊക്കെ കൺട്രോൾ ചെയ്താണ് കഴിക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് പുളി ലേശമേ കുടംപുളി ഇല്ല, അതുകൊണ്ടാണ്. കറിവേപ്പിലയും ഇല്ല, പച്ചമുളകും ഇല്ല. ഇനി പച്ചക്കറി വാങ്ങിയാൽ നാളെ മുതൽ പച്ചക്കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനൊന്നും നമുക്കുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തെടുക്കണം. ലേശം ഉപ്പ് ചേർക്കാം. എൻ്റെ ഫേവറേറ്റാണ് കറിവേപ്പില ഇല്ലാതെ കറി വെക്കുന്നത് കൊണ്ട് ഭയങ്കര ഒരു വിഷമം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും കറികളിൽ എല്ലാത്തിലും ആവശ്യത്തിലേറെയും ചേർക്കാറുള്ളത് കറിവേപ്പിലയാണ്. അതെനിക്ക് 2 ദിവസം കൊണ്ട് മിസ്സാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ചോറ് പറ്റിയിട്ടുണ്ട്. വേറെ കറി ഇല്ലാത്തതുകൊണ്ട് ശകലം ചാറായിട്ട് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. മീൻ വേറെ ചാറില്ല, തോരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മീനെന്ന് വെച്ചിട്ട് ചാറായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യണേ. ഗ്യാസ് ഓഫ് ചെയ്തു. വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ഇന്നത്തെ എൻ്റെ ഫിഷ് കറി ഇതാണ്.